വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. വഴിയിൽ വെച്ച് സ്മൈലിൻ്റെ ശബ്ദം കേട്ട് ബാഡ്സ് നിൽക്കുന്നിടത്താണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നിർത്തിയത്. ഓർഡർ ചെയ്ത കപ്പിൾ സെറ്റ് ഡിഷ് കണ്ടപ്പോൾ ആദ്യമായി ബാഡ്സിനൊപ്പം ആ റെസ്റ്റോറൻറ്റിൽ വന്നത് ലിസ് ഓർക്കുന്നു. അന്ന് അതേ കപ്പിൾ സെറ്റ് ഡിഷ് ഓർഡർ ചെയ്ത ശേഷമാണ് ബാഡ്സ് തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അവളെ അറിയിച്ചതും ഗേൾ ഫ്രണ്ട് ആകാൻ ക്ഷണിച്ചതും. തിരികെ എസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ വളരെ സീരിയസ് ആണ് എന്ന് നിനക്കറിയാമോ? നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാലത്തും നിന്റെ ഗേൾ ഫ്രണ്ട് ഞാൻ മാത്രമായിരിക്കണം എന്ന് ലിസ് അന്ന് അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചിരുന്നു. ബാഡ്സ് നിലവിളി കേട്ടിടത്തേക്ക് എത്തിയപ്പോഴേക്കും അക്രാമി സ്മൈലിനെ റോഡിൽ മറിച്ചിട്ട് അവളുടെ ഷർട്ട് വലിച്ചൂരി അവളെ റേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. എതിർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ അവളുടെ വയറ്റത്ത് 3-4 തവണ നല്ല ശക്തിയിൽ ഇടിക്കുന്നുമുണ്ട്. മുമ്പ് നൈറ്റ് ക്ലബ്ബിൽ വെച്ച് അവളുടെ ഷർട്ട് ചോദിച്ച അതേ കുടിയൻ തന്നെ ആയിരുന്നു ഇത്. ബാഡ്സിനെ കണ്ടതും നീ ഇവിടെയും എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ചാടി എഴുന്നേൽക്കുന്നു. ബാഡ്സിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ലിസ് തോളിൽ ആരോ കൈവച്ചപ്പോൾ ബാഡ്സ് ആയിരിക്കുമെന്ന് കരുതി സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുന്നു. ബാഡ്സിന് പകരം കൈറോയെ കണ്ട് അവളാകെ നിരാശയാകുന്നുണ്ട്. നീ തനിച്ചിരിക്കുന്നത് കണ്ട് വിഷമം തോന്നിയത് കൊണ്ട് വന്നതാണ്. നിന്റെ ബോയ് ഫ്രണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നില്ല. വരാനായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ വന്നേനെ എന്ന് കൈറോ പറയുന്നു. ലിസ് പക്ഷേ അത് അംഗീകരിച്ചെടുക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ ഇരുന്ന ഡിഷ് അവൻ കഴിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൾ തടയുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത് കഴിക്കാനൊന്നും പോകുന്നില്ല, ഇത് കപ്പിൾസിനുള്ളതല്ലേ, ഞാൻ വെറുതെ നിനക്ക് കമ്പനി തരാൻ വന്നതാണ് എന്നവൻ പറയുന്നു. നിനക്ക് നാണമില്ലേ? ശല്യപ്പെടുത്താൻ പോയിക്കൂടെ എന്ന് ലിസ്റ്റ് ചോദിക്കാൻ വന്നപ്പോഴേക്കും ചോദിക്കേണ്ട, എനിക്ക് മനസ്സിലായി, എനിക്ക് നാണമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. ബാഡ്സ് വണ്ടിയിൽ നിന്നിറങ്ങി അടുത്തേക്ക് വന്നപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഓടുന്നു. പേടിച്ചരണ്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ആ സ്മൈലിനരികിലേക്ക് ചെന്ന് അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ ഷർട്ട് ഊരിയിട്ട് കൊടുക്കുന്നു. അവൾക്ക് കുഴപ്പമല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നീ എങ്ങനെ ഇവിടെ എത്തി? നിനക്ക് ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് പോകേണ്ടായിരുന്നു, അവൾ കാത്തിരിക്കുകയല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. നീ ഇപ്പോൾ നിന്റെ കാര്യം ചിന്തിക്കാൻ പറഞ്ഞ് അവൻ അവളെ പിടിച്ചു നിൽപ്പിച്ച് അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. എങ്ങോട്ട് പോവുകയാണെന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ അയാളെ കൊല്ലാൻ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നു. അയാൾ അപ്പോഴേക്ക് കാറിനടുത്ത് തീരുന്നു. വെപ്രാളത്തിൽ കയറി നിന്ന് സ്റ്റാർട്ട് ആക്കിയതുകൊണ്ട് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നില്ല. അപ്പോഴേക്കും ബാഡ്സ് കയ്യിൽ കിട്ടിയ ഒരു തടിക്കഷ്ണവുമായി വണ്ടിക്കരികിലേക്ക് എത്തി ഇറങ്ങി വന്നില്ലെങ്കിൽ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുമെന്ന് പറയുന്നു. അയാൾ മറുവശത്ത് കൂടി ചാടി പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവൻ ഓടിച്ചെന്ന് അയാളെ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. സ്മൈൽ പുറകിൽ നിന്ന് വിളിച്ച് അവനെ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ അയാളെ കൊന്നേനെ. അതേസമയം ലിസ് കാത്തിരുന്നൊരു വഴിക്കായിരുന്നു. കൈറോ അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മുന്നിൽ തന്നെയുണ്ട്. റെസ്റ്റോറൻറ്റ് അടയ്ക്കാറാവുന്നതുകൊണ്ട് ആനിവേഴ്സറി കേക്ക് കൊണ്ടുവരട്ടെ എന്ന് സ്റ്റാഫ് ഓടി വന്ന് ചോദിക്കുന്നു. വേണ്ട എന്ന് പറഞ്ഞ് ലിസ് അവരെ തിരിച്ചയക്കുന്നു. ഞാൻ പോവുകയാണ്, ഇപ്പോൾ വന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് കൈറോ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അവനെ കാത്തിരിക്കാൻ പോവുകയാണെന്ന് അവൾ പറയുന്നു. ആനിവേഴ്സറി ആയിട്ട് നിന്നെ ഇത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അവന് നിന്റെ ബോയ് ഫ്രണ്ട് ആകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നീ ശരിക്കും ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറഞ്ഞ് കൈറോ അവളുടെ മനസ്സിനെ ഒന്ന് ഇളക്കി മറിക്കുന്നുണ്ട്. ഞാൻ 3 വരെ എണ്ണും, അതിനുള്ളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, ഇല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ 3 വരെ എണ്ണുന്നു. പക്ഷെ അവൾക്ക് അപ്പോഴും അനക്കമൊന്നുമില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ലിസ്ക് അറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ബാഡ്സ് സ്മൈലിനെ അവളുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ എത്തിക്കുന്നു. അവൾ മുറിയിലേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് നീ മുറിയിലേക്ക് പോകുന്നില്ല എന്ന് അവൻ ചോദിക്കുന്നു. ഈ കൊല്ലത്തിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഉന്നി എന്നെ കൊല്ലും എന്നവൾ പറയുന്നു. ഒന്നും ഉണ്ടാകില്ല, സംഭവിച്ചത് എന്താണെന്ന് അവളോട് തുറന്നു പറഞ്ഞാൽ മതി എന്ന് ബാഡ്സ് പറഞ്ഞപ്പോൾ നിനക്ക് അവളെ അറിയാത്തത് കൊണ്ടാണ്, അവൾക്കൊരു ഇത്തിരി കിട്ടിയാൽ മതി, അതിൻ്റെ അറ്റം വരെ അവൾ കണ്ടുപിടിക്കും. ബോയ് ഫോറിൻ്റെ കാര്യവും ഞാൻ നിന്നെ റെന്റിനെടുത്ത വിവരവുമെല്ലാം അവൾ എങ്ങനെയെങ്കിലും മണത്തറിയും. അവൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും എന്ന് സ്മൈൽ പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകാനാണ് നിന്റെ പ്ലാൻ? വീട് ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണോ എന്നവൻ ചോദിക്കുന്നു. എൻ്റെ വീട് അടുത്തല്ല, ഷിയാങ്വെയിലാണ്, ഉന്നി മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്, പിന്നെ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് സ്മൈൽ ആരോടൊന്നില്ലാതെ ചോദിക്കുന്നു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ എങ്കിൽ പിന്നെ എൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങിക്കോളാൻ അവൻ പറയുന്നു. സ്മൈലൊന്നും ഞെട്ടിയെങ്കിലും തൽക്കാലം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവൾ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. മടിച്ചാണ് അവൾ മുറിയിലേക്ക് കയറിയത്. ഇത് ശരിയാകുമോ എന്ന ആശങ്ക ശരിക്കും സ്മൈലിൻ്റെ മുഖത്തുണ്ട്. ബെഡിൽ ഒരു ടെഡി ബിയർ ഇരിക്കുന്നത് കണ്ട് അവൾ അത് തൊട്ട് നോക്കിയപ്പോൾ അതെൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ അലമാരയിൽ നിന്ന് അവൾക്ക് മാറിയിടാൻ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. നീ കട്ടിലിൽ കിടന്നുറങ്ങിക്കോ, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സും എടുത്ത് ലിസിനെ കാണാനായി പോകാൻ തുടങ്ങുന്നു. സ്മൈൽ പുറകിൽ നിന്ന് വിളിച്ച് ചെയ്ത സഹായത്തിന് നന്ദി പറയുന്നുണ്ട്. അവനൊന്ന് ചിരിച്ചിട്ട് അവളോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ബാഡ്സ് എത്തിയപ്പോൾ റെസ്റ്റോറൻറ്റ് പൂട്ടിയിരുന്നു. പുറത്തേക്ക് വന്ന ജോലിക്കാരിയെ ലിസിൻ്റെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടി ഇവിടെ വന്നിരുന്നോ എന്നവൻ അന്വേഷിക്കുന്നു. അവൾ കുറച്ച് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ സമയം ഇരുന്ന് കരയുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. ലിസ് കരയുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ ബാഡ്സിന് വിഷമമാകുന്നുണ്ട്. അവൻ ലിസിൻ്റെ റൂമിന് മുന്നിലെത്തി കുറേ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറക്കുന്നില്ല. നീ തുറക്കുന്നവരെ ഞാനിവിടെ കാത്തിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനവിടെ കുത്തിയിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ശബ്ദമൊന്നും ഇല്ലാത്തതിനാൽ അവൻ പോയോ എന്നറിയാൻ അവൾ ചെറുതായി വാതിൽ തുറക്കുന്നു. ആ ഗ്യാപ്പിൽ ബാഡ്സ് അകത്തേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് ലിസ് തിരിഞ്ഞു നടന്നെങ്കിലും അവൻ പുറകിലൂടെ ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ച് ഒരുപാട് തവണ സോറി പറയുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാഞ്ഞത്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മറന്നു എന്ന് ചോദിച്ച് ലിസ് കരയുന്നു. ഞാനിപ്പോൾ നിനക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. ക്ഷമിക്കണമെങ്കിൽ നീ എന്താണ് വരാൻ വൈകിയതെന്ന് പറയാൻ അവൾ പറയുന്നു. സ്മൈലിനെ കുറിച്ചൊന്നും പറയാതെ ഞാനൊരു ഫൈറ്റിൽ പെട്ടുപോയി എന്ന് മാത്രം അവൻ പറയുന്നു. ഫൈറ്റ് ഇത് കേട്ടപ്പോഴേ ലിസ് പിണക്കമെല്ലാം മറന്ന് നിനക്കെന്തെങ്കിലും പറ്റിയോ, എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ച് അവൻ്റെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. കൈ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണ് എന്നവൾക്ക് ബോധ്യമാകുന്നു. നീ ആരോടാണ് അടിയുണ്ടാക്കിയത്? നമ്മുടെ ആനിവേഴ്സറിയേക്കാളും പ്രധാനപ്പെട്ട കാര്യമായിരുന്നോ അത് എന്നവൾ ചോദിക്കുന്നു. ഞാനല്ല അടിയിടാൻ തുടങ്ങിയത്, അവനാണ്.
ആനിവേഴ്സറിയുടെ കാര്യം ഞാൻ മറന്നൊന്നുമല്ല. എന്തായാലും ഇന്നത്തെ ദിവസം കഴിയുന്നതിന് മുമ്പ് എനിക്കിങ്ങ് എത്താൻ പറ്റില്ലോ എന്ന് പറഞ്ഞ് അവൻ വാതിൽക്കൽ കിടക്കുകയായിരുന്ന ബാഗ് എടുത്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഗിഫ്റ്റ് എടുത്ത് കൊടുത്ത് അവൾക്ക് ഹാപ്പി ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. ഗിഫ്റ്റ് വാങ്ങി തരുന്നെന്ന് കരുതി എൻ്റെ പിണക്കം മാറിയെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവളത് തുറന്നു നോക്കുന്നു. പെർഫ്യൂമാണ് ഗിഫ്റ്റ് എന്ന് കണ്ടപ്പോൾ നീ റിച്ച് ആയോ എന്ന് ചോദിച്ച് അവളത് ട്രൈ ചെയ്ത് നോക്കുന്നു. പക്ഷേ ഇതിൻ്റെ മണം ബേബി പൗഡറിൻ്റെ പോലെ ഉണ്ടല്ലോ, ഇത് പെർഫ്യൂം തന്നെയാണോ? ഞാൻ സാധാരണ ഈ സ്മെല്ലല്ല യൂസ് ചെയ്യാറ് എന്നവൾ പറയുന്നു. എൻ്റെ പഴയ പെർഫ്യൂം എവിടെയെന്നും അവൾ ചോദിക്കുന്നു. അതിൻ്റെ മണം ഭയങ്കര അട്രാക്റ്റീവാണ്. ആൺപിള്ളേർ നിൻ്റെ പുറകിൽ നിന്ന് മാറില്ല, അതുകൊണ്ട് ഞാനത് എറിഞ്ഞു കളഞ്ഞു എന്നവൻ ദേഷ്യപ്പെട്ട് പറയുന്നു. ദേഷ്യപ്പെടേണ്ടത് ഞാനല്ലേ, എന്നിട്ട് നീ എന്നോട് ദേഷ്യപ്പെടുകയാണല്ലോ. എന്തായാലും ഞാൻ പിണക്കം തീർത്തേക്കാം എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, അത് പക്ഷേ നിൻ്റെ റൂമിലാണ്. നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി റെഡിയാക്കിയതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് ലിസ് പറയുന്നു. പക്ഷേ സ്മൈൽ അവിടെ ഉള്ളതുകൊണ്ട് ബാഡ്സിന് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പോക്ക് ഒഴിവാക്കാൻ അവൻ പലതും പറഞ്ഞു നോക്കിയെങ്കിലും ലിസ് വിടുന്നില്ല. നീ ഇത്ര എതിർക്കാൻ എന്താണ് കാര്യം? നീ ആരെങ്കിലും അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ലിസ് ചോദിച്ചപ്പോൾ ഞാൻ ആരെ ഒളിപ്പിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, പക്ഷെ അതിനു മുമ്പ് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. മുറിയിൽ നിന്ന് മാറണേ എന്ന് പറയാൻ അവൻ സ്മൈലിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ അപ്പോഴേക്ക് മുറക്കം പിടിച്ചിരുന്നെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്ക് ചാർജ് തീർന്ന് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. എൻ്റെ ഗേൾഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മുറിയിൽ നിന്ന് മാറിക്കോണേ എന്ന് പറഞ്ഞ് അവനൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നീ ഇത്ര നേരം അതിനകത്ത് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് ലിസ് വാതിൽക്കിൽ മുട്ടുന്നതിനാൽ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ലിസിൻ്റെ അടുത്ത് നിന്ന് കൈറോ പോയത് ബോയ് ഫോർ റെൻറ്റിൻ്റെ മാനേജർ ജെയ്ഡൻ്റെ അടുത്തേക്കാണ്. ലിസ് അവനെ റെൻറ്റ് ചെയ്യാത്തതിനാൽ വേറെ ഏതെങ്കിലും കസ്റ്റമറെ കറക്റ്റ് ചെയ്യട്ടെ, ഒരുപാട് പേർ നിന്നെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ജെയ്ഡൻ പറഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് തീരെ മൂടില്ല, ഒറ്റയ്ക്കിരുന്ന് ബിയർ കഴിക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ബാഡ്സ് അപ്പോഴേക്കും ലിസിനെയും കൊണ്ട് റൂമിന് മുന്നിൽ ആറായിരുന്നു. എന്തായിരിക്കും സംഭവിക്കുക? സ്മൈൽ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് ആശങ്കയോടെയാണ് അവൻ നടക്കുന്നത്. വാതിലിന് മുന്നിലെത്തിയിട്ടും വാതിൽ തുറക്കാതെ അവൻ മടിച്ചു നിൽക്കുന്നു. ലിസ് ചോദിച്ചപ്പോഴാണ് താക്കോലെടുത്ത് വാതിൽ തുറക്കുന്നത്. ലിസിന് അവൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. വാതിൽ തുറന്നതും അവൻ ഓടി അകത്ത് കയറി സ്മൈൽ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു. പിന്നീടാണ് ലിസ് അകത്തേക്ക് വന്നത്. അകത്ത് ഭാഗ്യത്തിന് സ്മൈൽ ഉണ്ടായിരുന്നില്ല. അവൾ എവിടെ പോയി കാണുമെന്നവൻ ചിന്തിച്ചപ്പോഴേക്കും ലിസ് ബാഗ് അവിടെ വെച്ചിട്ട് ബാത്റൂമിനുള്ളിലേക്ക് പോകുന്നു. സ്മൈൽ ബാത്റൂമിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരിക്കും. ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് ചിന്തിച്ച് ആകെ ടെൻഷനായാണ് അവൻ അവൾക്ക് പുറകെ പോയത്. പക്ഷേ സ്മൈൽ അവിടെ ഉണ്ടായിരുന്നില്ല. ലിസ് നേരത്തെ തന്നെ തയ്യാറാക്കിയ സർപ്രൈസ് കാണാനാണ് അവൾ അങ്ങോട്ടേക്ക് പോയത്. അവിടെ ബലൂണും ക്യാൻഡിലും ഒക്കെ ഉപയോഗിച്ച് ചെറിയ ഡെക്കറേഷൻ അവൾ നടത്തിയിരുന്നു. കത്തിച്ചിരുന്ന മെഴുകുതിരികൾ അപ്പോഴേക്കും അണഞ്ഞിട്ടില്ലാത്തതിനാൽ നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ലിസ് ചോദിക്കുന്നു. പക്ഷേ ബാഡ്സ് ഒന്നും ശ്രദ്ധിക്കാതെ ചുറ്റും സ്മൈലിനെ തിരയുകയാണ്. ഞാൻ ചോദിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ല എന്ന് ലിസ് ചോദിച്ചപ്പോഴാണ് അവന് പരിസരബോധം വന്നത്. വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ അവളെ അഭിനന്ദിക്കുന്നു. നീ പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാനിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവനെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. പുറത്തിറങ്ങിയുടൻ ബാഡ്സ് കട്ടിലിൻ്റെ അടിയിലും കത്തിനു പുറകിലും എല്ലാം സ്മൈലിനെ തിരയുന്നു. അത് കണ്ടുകൊണ്ടാണ് ലിസ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ബാഡ്സിനുള്ള ഗിഫ്റ്റും അവൾ പുറകിൽ ഒളിപ്പിച്ചു പിടിച്ചിരുന്നു. ബാറിലിരിക്കായിരുന്ന കൈറോയ്ക്ക് അരികിലേക്ക് മുമ്പ് അവനെ റെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണ് വന്ന് ഇന്ന് രാത്രി കൂടി നിന്നെ റെൻറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചെങ്കിലും ഞാനൊരു കസ്റ്റമറിൻ്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവൾ ഉറപ്പായും എന്നെ വിളിക്കും, അവളൊരു സ്പെഷ്യൽ കസ്റ്റമറാണ്, ഇന്ന് മറ്റാർക്കും ഒപ്പം പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവൻ പറയുന്നു. പക്ഷേ അവൾ അവനെ വിടാൻ തയ്യാറില്ലാത്തതിനാൽ കുഴിച്ച് ലെക്ക് കെട്ടതുപോലെ അവൻ്റെ തോളിലേക്ക് വീണിട്ട് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാമെങ്കിൽ നീ പറയുന്ന എന്തിനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. അതേസമയം ലിസിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിലും ബാഡ്സിൻ്റെ ചിന്ത മുഴുവൻ സ്മൈൽ അങ്ങോട്ട് പോയി എന്നതാണ്. അത് കാരണം അവൾ പറയുന്നതൊന്നും അവന് ശരിക്കും ശ്രദ്ധിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. ലിസ് അവൻ്റെ കണ്ണടച്ചു പിടിച്ച് സർപ്രൈസായി ഗിഫ്റ്റ് നൽകിയിട്ടും അതൊന്നും തുറന്നു നോക്കി ചിരിച്ചല്ലാതെ കൂടുതൽ അഭിപ്രായമൊന്നും അവൻ പറയുന്നില്ല. ആ സമയത്ത് ഫോണിലൊരു മെസ്സേജ് വന്നപ്പോൾ സ്മൈലാണോ എന്നറിയാൻ അവൻ എടുത്തു നോക്കുന്നുണ്ട്. അവളല്ലെന്ന് കണ്ടപ്പോൾ അവൾ എവിടെയായിരിക്കുമെന്ന ചിന്ത വീണ്ടും അവനെ അലട്ടുന്നു. ഗിഫ്റ്റ് നൽകിയ വാച്ച് കണ്ടിട്ടും അവനൊന്നും പറയാതിരിക്കുന്നതിനാൽ നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ലിസ്റ്റ് ചോദിച്ചപ്പോഴാണ് വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല വിലയായി കാണുമായിരിക്കുമല്ലേ എന്നൊക്കെ അവൻ ചോദിച്ചത്. അവനതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് ലിസിന് മനസ്സിലാവുന്നതിനാൽ അവൾ കരഞ്ഞുകൊണ്ട് നിനക്കിത് എന്താണ് പറ്റിയത്, നിനക്കിപ്പോൾ എന്നോട് പഴയ പോലെ ഇഷ്ടമില്ലേ, ഞാൻ അറിയാതെ നീ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തുറന്നു പറ, എനിക്കിങ്ങനെ ഒരു പുഷ് ഓവറായി നിൽക്കാൻ വയ്യാന്നെല്ലാം അവൾ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ബാഡ്സ് പറഞ്ഞെങ്കിലും അവൾക്ക് അത് അത്ര വിശ്വാസമാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാൻ പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചു തിരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു. ബാഡ്സ് അവളെ പിടിച്ചെടുത്ത് സോറി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ തിരക്കിലാണ്, അതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ആകാം എന്ന് ഉറപ്പു തരികയാണ് എന്നെല്ലാം പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. നീ നിന്റെ കാര്യങ്ങളുമായി ഡീൽ ചെയ്യുന്ന ഈ സമയം നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്ന് അവൾ ചോദിക്കുന്നു. ബ്രേക്കപ്പ് ആകാനോ? അങ്ങനെ ചെയ്യില്ല ലിസ് എന്നവൻ പരിഭ്രമത്തോടെ പറഞ്ഞപ്പോൾ ബ്രേക്കപ്പ് ആകാനല്ല, കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ വേദനയും അനുഭവിക്കേണ്ടല്ലോ, എനിക്കിനി ഇതങ്ങനെ സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. ഇതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന് ലിസ് പറയുന്നു. സമ്മതിക്കുകയല്ലാതെ ബാഡ്സിന് വേറെ വഴിയില്ലായിരുന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നമുക്ക് പഴയതുപോലെ ആകാൻ പറ്റുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവൻ അവളോട് പറയുന്നു. അവളൊരു ടാക്സിയിൽ തിരികെ യാത്രയാക്കിയ ശേഷം അവൻ ഫോൺ എടുത്ത് സ്മൈലിനെ വിളിച്ചു നോക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ അവൻ രണ്ട് കൽപ്പിച്ച് അവളുടെ റൂമിലേക്ക് പോയി വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്ന ഉന്നിയാണ്. മുന്നിൽ ബാഡ്സിനെ കണ്ട് അവളാകെ ത്രില്ലടിക്കുന്നു. സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ അവൾ അവനെ തൊട്ടു നോക്കുകയും അടിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നു.
ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണെന്ന് അവൻ പറഞ്ഞപ്പോൾ നാളെ ഞാൻ ഫ്രീ ആണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൾ ഇടിച്ചു കയറി ചോദിക്കുന്നു. നിന്റെ ഫ്രണ്ട് റൂമിലുണ്ടോ എന്നവൻ ചോദിച്ചപ്പോൾ ആരെ സ്മൈലോ, നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാമെന്ന് ഉണ്ണി ചോദിക്കുന്നു. നാളെ ക്ലബ് ആക്ടിവിറ്റി ഇല്ല എന്ന് പറയാൻ കൈറോ എന്നെ പറഞ്ഞു വിട്ടതാണ് എന്ന് ബാഡ്സ് കള്ളം പറയുന്നു. ഓ അതായിരുന്നു കാര്യം, അവളിപ്പോൾ ഇവിടെ ഇല്ല, പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ മെസ്സേജ് അയച്ചേക്കാമെന്ന് ഉണ്ണി പറയുന്നു. ബാഡ്സ് തിരികെ പോയപ്പോൾ നീ പോകുകയാണോ, എൻ്റെ റൂം ഫ്രീ ആണ് എന്നൊക്കെ ഉണ്ണി പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതേസമയം കൈറോ ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിച്ചിട്ടും മറ്റേ പെണ്ണ് വിടാൻ തയ്യാറാകാതെ അവൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നീ കസ്റ്റമറെ നിരാശനാക്കി എന്ന് ഞാൻ ജേഡനോട് പരാതി പറയും എന്നാൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ അവൻ പുച്ഛത്തോടെ പറയുന്നു. അപ്പോഴാണ് മ്യൂസിക് ക്ലബ്ബിൽ പോയി എന്തോന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ച് അവൻ്റെ ഫ്രണ്ടിൻ്റെ കോൾ അവന് വന്നത്. പോകാമെന്നവൻ സമ്മതിക്കുന്നുണ്ട്. ബാഡ്സിൻ്റെ മുറിയിൽ നിന്നിറങ്ങിയ സ്മൈൽ റോഡിലൂടെ നടക്കുകയാണ്. രാത്രി ഒരു പെൺകുട്ടി തനിച്ച് നടക്കേണ്ടി വന്നാൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അവളും അനുഭവിക്കുന്നു. പലരും അവളെ തുറച്ചു നോക്കി കടന്നു പോവുകയാണ്. സ്മൈൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പേടിച്ച് നടക്കുന്നു. ബാഡ്സ് അവളെ റോഡിലെല്ലാം തിരയുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞിരുന്നതിനാൽ റോഡ് ക്രോസ് ചെയ്യുന്ന കൂട്ടത്തിൽ അവനെ ഒരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. വണ്ടി നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങിയപ്പോഴാണ് കൈറോ ആണ് അതെന്ന് അറിയുന്നത്. ബാഡ്സ് സോറി പറഞ്ഞിട്ട് ഞാൻ നിന്റെ ക്ലബിന് തൊട്ടടുത്തുള്ള ക്ലബിലെ മെമ്പറാണ് എന്ന് പറയുന്നുണ്ട്. സൂക്ഷിച്ച് പോകാൻ പറഞ്ഞ് കൈറോ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ബാഡ്സ് സ്മൈലിനെ കുറിച്ച് എന്തോ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെക്കുന്നു. കൈറോ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. സ്മൈൽ ഈ സമയം മ്യൂസിക് ക്ലബിന്റെ ജനാല വഴി അതിനുള്ളിൽ കയറി പറ്റിയിരുന്നു. അവളോടെ സോഫയിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ഈ നേരത്തെ ഇതാരാണ് എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നു. ബാഡ്സിനോട് പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് കരയുകയാണ് ലിസ്. ആരോടെങ്കിലും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നതിനാൽ ബെസ്റ്റ് ഫ്രണ്ട് ടാമിനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് അവൾ വിളിച്ചു ചോദിക്കുന്നു. പക്ഷേ ബോയ് ഫ്രണ്ട് കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ വരാൻ കഴിയില്ല എന്ന് ടാൻ പറയുന്നതിനാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലിസ് ഫോൺ വയ്ക്കുന്നു. കൈറോ അവളുടെ മനസ്സിലേക്ക് വരുന്നതിനാൽ അവൻ്റെ നമ്പർ എടുത്ത് വിളിക്കണോ വേണ്ടയോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. കൈറോ ആയിരുന്നു ക്ലബിലേക്ക് കയറി വന്നത്. ഫ്രണ്ട് പറഞ്ഞ് ഗിത്താറും എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ സ്മൈലിന്റെ സമീപത്തിരുന്ന ഒരു ബാഗ് മറിഞ്ഞ് അവളുടെ ദേഹത്തേക്ക് വീണ് അവൾ ബഹളം വയ്ക്കുന്നതിനാൽ കൈറോ അവളെ കാണുന്നു. നീ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മുഖത്തെ പാടവൻ കണ്ടത്. ഇതെന്ത് പറ്റിയെന്ന് അവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും കണ്ടാൽ അറിയാമല്ലോ നിനക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ആരാണ് നിന്നെ ഉപദ്രവിച്ചതെന്ന് വീണ്ടും ചോദിക്കുന്നു. അന്ന് ക്ലബിൽ വെച്ച് എൻ്റെ ഷർട്ട് ഊരി വാങ്ങാൻ ശ്രമിച്ച ആളാണ് എന്ന് സ്മൈൽ അവസാനം പറയുന്നു. നടന്ന സംഭവം വിവരിക്കുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയെന്നവൻ ചോദിച്ചപ്പോൾ ഒരാൾ എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ ഈ കോലത്തിൽ കണ്ടാൽ എൻ്റെ ഫ്രണ്ട് ഷോക്കാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോയില്ല. വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അന്ന് ക്ലബിൽ വെച്ച് നീ ആദ്യം മുതൽ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ റോസ് എനിക്ക് നേരത്തെ തരായിരുന്നത് എന്താണ്? നീ ആദ്യം അത് തന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുമായിരുന്നില്ല എന്നവൾ പറയുന്നു. ശരിയാണ്, നിന്റെ ഡാൻസ് കണ്ടപ്പോൾ തമാശയായി തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ നിന്നതാണ്, എൻ്റെ തെറ്റാണ്, സോറി. അതിന് പരിഹാരമായി നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ആവശ്യപ്പെടാം, ഞാനത് സാധിച്ചു തരുന്നതാണ് എന്ന് അവൻ പറയുന്നു. എന്ത് ചോദിച്ചാലും സാധിച്ചു തരുമെന്ന് സ്മൈൽ ഒന്നുകൂടി എടുത്ത് ചോദിക്കുന്നു. അവൻ ഉറപ്പ് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാനിന്ന് നിന്റെ മുറിയിൽ വന്ന് കിടന്നോട്ടെ എന്നവൾ ചോദിക്കുന്നു. അങ്ങനൊരു ചോദ്യം തീരെ പ്രതീക്ഷിക്കാതെ നിന്ന കൈറോ എന്താ പറഞ്ഞതെന്ന് ചോദിച്ച് ഞെട്ടി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.